ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ്, ഒരു രക്ഷയില്ല, നോൺ സ്റ്റോപ്പ് മഴ. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കാൻ. മഴ കണ്ടുകൊണ്ട് കുറേ നേരമൊക്കെ ഇരുന്നു, പിന്നെയും ബോറിങ്. പുതച്ചുമൂടിയൊക്കെ കുറേ സമയം കിടന്നു, പിന്നെയും ബോറിങ്. അപ്പോൾ നമുക്ക് ഒറ്റ ഒരു കാര്യം ചെയ്യാനുള്ളൂ, ഫുഡ്. വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വണ്ടി എടുത്തങ്ങ് ഇറങ്ങി. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ക്ലൂ ഇല്ല, ജസ്റ്റ് ബ്രിഡ്ജ് കയറി നമ്മൾ എങ്ങോട്ടോ പോവുകയാണ്. സോൾ ഫുഡ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഡിബേറ്റ് ചെയ്യുക, ഏത് ഫുഡ് കഴിക്കണം. ഓൾവേസ് ഫസ്റ്റ് ഓപ്ഷൻ മനസ്സിൽ വന്നത് ഇന്ത്യൻ ഫുഡ് തന്നെയാണ്. ഇന്ത്യൻ ഫുഡ് എന്നാണ് ഇവിടെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ എല്ലാ ഇന്ത്യൻ ഫുഡിനെയും പറയുന്നത്. കാരണം നാട്ടിലുള്ളവർ എപ്പോഴും നമ്മൾ എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്, നാട്ടിലെ ഫുഡുകൾ തന്നെ കഴിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇന്ത്യൻ ഫുഡിനെ ഇന്ത്യൻ ഫുഡെന്ന് പറയും, പിന്നെ അല്ലാതെ ഇന്ത്യൻ ഫുഡിനെ ആഫ്രിക്കൻ ഫുഡെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കില്ലേ. ഈ ഇന്ത്യൻ ഫുഡാകുമ്പോൾ നമുക്ക് കംഫർട്ടിങ് ആണ്, വാം, സ്പൈസി, പെർഫെക്റ്റ് ഫോർ ദ റെയിനി ഡേ, വേറൊന്നും പറയാനില്ല. പക്ഷേ എപ്പോഴും ഇന്ത്യൻ ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത ഓപ്ഷൻ വരുന്നത് മെഡിറ്ററേനിയൻ ഫുഡാണ്. മെഡിറ്ററേനിയൻ ഫുഡ് അറിയാമല്ലോ, വൺ ഓഫ് ദ മോസ്റ്റ് റെക്കമെൻഡ് ഡയറ്റ് ഇൻ ദ വേൾഡ്. എഫ്ഡിയും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനും പറഞ്ഞിട്ടുള്ളതാണ്, മെഡിറ്ററേനിയൻ ഡയറ്റ് പേഷ്യൻസ് വിത്ത് ഹാർട്ട് ഡിസീസ്, ഹൈ കൊളസ്ട്രോൾ, ഡയബറ്റീസ് എന്നിവർക്ക് ഹൈലി റെക്കമെൻഡഡ് ആണെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു, ബട്ട് വൈ, നമുക്ക് മെഡിറ്ററേനിയൻ ഫുഡ് കഴിച്ചാലോ. അങ്ങനെ നമ്മൾ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒക്കെയുള്ള ഒരു മെഡിറ്ററേനിയൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. അവരുടെ ഹോം മെയ്ഡ് പീത്ത ബ്രെഡ് ഒരു രക്ഷയില്ല, എന്തൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയ. അതുപോലെ റെഡ് ലെൻറ്റിൽ സൂപ്പ്, സോ കംഫർട്ടിങ്, ഒന്നും പറയാനില്ല. കുറച്ച് പീത്ത ബ്രെഡൊക്കെ എടുത്ത് അവർ കൊണ്ടുവന്നിരുന്ന ഡേറ്റ്സ് അച്ചാർ സംതിങ് ആയിട്ടാണ് എന്തോ, അങ്ങനെ പേരറിയാത്ത ഈ സാധനത്തിന് നമുക്ക് ഡിപ്പിംഗ് സോസ് എന്ന് വിളിക്കാം. എനിവേ നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ കോഴ്സ് 2 മിക്സ്ഡ് ഗ്രില്ലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇത് കാണുന്നവരൊന്നുമല്ല, നമ്മൾ ഞങ്ങൾ രണ്ടുപേരുടെ ആഞ്ഞു കഴിച്ചിട്ടും ഒരു രക്ഷയില്ല, തീരുന്നില്ല. നമ്മൾ പിന്നെ കുറച്ച് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരുന്നു. എനിവേ സൂപ്പർ വർത്ത് ട്രൈ. പിന്നെ അവിടുത്തെ ടർക്കിഷ് കോഫി കുടിച്ചു. ഫുഡിന് തരാൻ പറ്റാത്ത എന്ത് ഹാപ്പിനെസ്സാണ് ലോകത്തിലുള്ളത്.